ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇതൊരു നെല്ലിക്ക അച്ചാറാണ്. ഇത് എണ്ണയിൽ മൂപ്പിച്ചെടുത്ത നെല്ലിക്ക അച്ചാറാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കുറച്ച് നെല്ലിക്കയേ ഉള്ളൂ. നമുക്കിത് ഒരു കൊച്ചച്ചാർ ഉണ്ടാക്കാം. നെല്ലിക്ക അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കാം. നെല്ലിക്ക ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എണ്ണമാങ്ങ ഇട്ടില്ലേ, ആ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് എടുത്തത്. അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ഉലുവയും കുറച്ച് കടുവും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. കടുവും ഉലുവയും നല്ല മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. കടുവും ഉലുവയും നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെല്ലിക്ക ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇവിടെ നിന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. നെല്ലിക്ക ഈ പരുവത്തിൽ എണ്ണയിലിട്ട് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. നെല്ലിക്ക മൂപ്പിച്ച് കോരിയേണ്ട ബാക്കി എണ്ണയുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ കടുക് വറുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയിടാം. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായവും കൂടി, ഒരു 1/4 ടീസ്പൂൺ കായം ഇതും കൂടി ഇട്ട് ആവശ്യത്തിന് 1 സ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കടുക് ഉള്ളിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് മൂപ്പിച്ച് വെച്ചേക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചേക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. കണ്ടോ, നല്ല രുചികരമായ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എണ്ണയിൽ മൂപ്പിച്ച് നെല്ലിക്ക അച്ചാറാണ്.